മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്രത്തിനെതിരായ LDFന്റെ സമരത്തിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും 2 ആഴ്ച മുൻപ് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നുള്ള ഇരു നേതാക്കളുടെയും വിട്ടുനിൽക്കൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ മുസ്ലിം ലീഗ് UDFിലേക്ക് സ്വാഗതം ചെയ്തു. ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ഡിസംബർ അവസാന വാരം ചേർന്ന ഇടതുമുന്നണി യോഗമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സമരം നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിൽ 2 നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ എന്നിവരുടെ അസാന്നിധ്യമാണ് ചർച്ചയായത്. 2 നേതാക്കളുടെ പാർട്ടികളും ഉടൻ മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയുണ്ടായ വിട്ടുനിൽക്കൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. UDFിലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ? UDFിന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്? ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ? ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. ശ്രീ ജോസ് കെ മാണി വളരെ സജീവമായി LDFിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഡൽഹിയിലായതുകൊണ്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ച സമരത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. ആദ്യ യോഗത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ആരും പങ്കെടുത്തിരുന്നില്ല. 2ാമത്തെ യോഗത്തിൽ പ്രതിനിധിയെ അയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.